മദ്യപിക്കുന്നവർക്കും അല്ലാത്തവർക്കും സുപരിചിതമായ ബ്രാൻഡാണ് ജോണി വോക്കർ. സ്കോട്ട്ലൻഡിലെ ഗ്രോസറി വ്യാപാരിയായിരുന്ന ജോൺ വോക്കർ 205 വർഷം മുൻപ് തുടക്കമിട്ട ഈ സ്കോട്ടിഷ് ബ്രാൻഡിന് ഇന്ന് 20ഓളം സ്കോച്ച് വിസ്കി വെറൈറ്റീസ് ഉണ്ട്. അതിലൊന്നായ 1 ലിറ്ററിന്റെ ഗോൾഡ് ലേബൽ റിസർവ് ബ്ലെൻഡഡ് സ്കോച്ച് വിസ്കിയാണിത്. ഈ കുപ്പിയുടെ 5 പ്രധാനപ്പെട്ട ഡിസൈൻ ആൻഡ് ബ്രാൻഡിംഗ് എലമെന്റ്സ് നോക്കാം. ഒന്നാമത്തേതാണ് സ്ട്രൈഡിംഗ് മാൻ. ജോണി വോക്കറിന്റെ എല്ലാ കുപ്പിയിലും ഉള്ളതുപോലെ കുപ്പിയുടെ ബോട്ടം സെന്ററിൽ കാണുന്ന വേഗത്തിൽ നടന്നു പോകുന്ന തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ. ഇദ്ദേഹമാണ് ജോണി വോക്കറിന്റെ ലോഗോ. 1908 ലോകപ്രസിദ്ധ കാർട്ടൂണിസ്റ്റും പെയിന്ററുമായ ടോം ബ്രൗണിയാണ് ഈ ബ്രാൻഡ് മസ്കോട്ടിന്റെ ആദ്യ രൂപം വരച്ചത്. ബ്രൗണി വരച്ച ഈ കാർട്ടൂൺ രൂപം പലപ്പോഴായി പരിഷ്കരിച്ച് ഡീറ്റെയിൽ ആയിരുന്നത് ഇന്ന് കുറച്ചുകൂടി സ്റ്റൈലിഷായ ലോഗോ ആക്കി മാറ്റിയിട്ടുണ്ട്. ശരിക്കും ഈ സ്ട്രൈഡിംഗ് മാൻ ഒരു ചരിത്ര ലോഗോയാണ്. 1908 മുതലുള്ളത്, അതായത് 117 വർഷം പഴക്കമുള്ള ലോഗോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോങ്ങസ്റ്റ് റണ്ണിങ് അല്ലെങ്കിൽ അസാധാരണമായ ഒരു കൺസിസ്റ്റൻസി പാലിച്ച ലോഗോ എന്ന് തന്നെ പറയാം. 2018 ഈ ലോഗോയുമായി ബന്ധപ്പെട്ട് ആകർഷകമായ ഒരു കാര്യം ജോണി വോക്കർ ചെയ്തിരുന്നു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജോണി വോക്കറിന് ഒരു സ്ത്രീപക്ഷ മുഖം കൊടുത്തു. സ്ത്രീകൾക്കായി അന്ന് കമ്പനി പുറത്തിറക്കിയ ലിമിറ്റഡ് എഡിഷൻ ഫ്ലേവേഴ്സിന് ജെയിൻ വോക്കർ എന്നാണ് അവർ പേരിട്ടിരുന്നത്. 2.5 ലക്ഷം കുപ്പികളാണ് അന്ന് കമ്പനി ഈ ലോഗോയിൽ പുറത്തിറക്കിയത്. സെക്കൻഡ് എലമെന്റ് ആണ് ജോണി വോക്കർ എന്നെഴുതിയ ചെരിഞ്ഞ ഗോൾഡ് ലേബൽ. 1867 മുതൽ തന്നെ 24 ഡിഗ്രി ചെരിഞ്ഞ ലേബലാണ് ജോണി വോക്കറിൻ്റെത്. ട്രഡീഷണലായി എല്ലാവരും നേരെ പേരെഴുതിയപ്പോൾ ജോണി വോക്കർ അല്പം ചെരിച്ചെഴുതി. നമ്മൾ കാണുന്ന ഈ കുപ്പിയിലെ ലേബലിന്റെ ഗോൾഡൻ കളർ ആഡംബരം, ആഘോഷം, അഭിമാനം എന്നീ ഘടകങ്ങളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കാരണം 7500 രൂപയോളം വില വരുന്ന ഈ വിസ്കി മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സെലിബ്രേഷൻ ബ്ലെൻഡ് എന്ന പേരിലാണ് കമ്പനി അവതരിപ്പിക്കുന്നത് തന്നെ. തേർഡ് എലമെന്റ് ആണ് ദീർഘനാളായി ജോണി വോക്കർ ബോട്ടിലുകൾക്ക് സിഗ്നേച്ചർ ലുക്ക് കൊടുക്കുന്ന സ്ക്വയർ ഡിസൈൻ. മനോഹരമായി അടുക്കി വെച്ച് ഷിപ്പ് ചെയ്യാനും സ്ഥലം ലാഭിക്കാനും ഒക്കെ ജോണി വോക്കറിന്റെ മകൻ അലക്സാണ്ടർ വോക്കർ തിരഞ്ഞെടുത്ത സ്ക്വയർ ബോട്ടിൽസ് അന്നു മുതൽ ഇന്ന് വരെ ബ്രാൻഡിന് ഒരു യുണീക്ക് ഐഡന്റിറ്റിയും പ്രീമിയം ഫീലും കൊടുക്കുന്നുണ്ട്. ഫോർത്ത് എലമെന്റ് ആണ് കുപ്പിയുടെ ഏറ്റവും മുകളിൽ കാണുന്ന റോയൽ വോറൻ മാർക്ക്. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഉന്നത പദവിയിലുള്ളവർ കൊടുക്കുന്ന ഒരു പ്രത്യേക ഹോൾമാർക്കാണിത്. 1938 മുതൽ ജോണി വോക്കറിന് ഈ ഹോൾമാർക്കുണ്ട്. കൂടാതെ കുപ്പിയുടെ ഏറ്റവും താഴെ സിൻസ് 1820 എന്നും ജോൺ വോക്കർ ആൻഡ് സൺസ് എന്നും സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട്. കുപ്പിയുടെ താഴെയും അടപ്പിലുമൊക്കെ കാണുന്ന ഈ സിഗ്നേച്ചർ എലമെന്റ്സ് ആഗോള ബ്രാൻഡിന് പിന്നിലെ പേഴ്സണൽ ടച്ചും ബ്രാൻഡിന്റെ ട്രഡീഷനും മനോഹരമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് കീപ് വാക്കിംഗ് എന്ന സ്ലോഗൻ. പല കുപ്പികളിലും ഇപ്പോൾ ഇത് എഴുതി കാണാറില്ല. എങ്കിലും 99 മുതലുള്ള ജോണി വോക്കറിന്റെ കീപ് വാക്കിംഗ് എന്ന സ്ലോഗനും മറ്റെല്ലാ ഘടകങ്ങളും പോലെ തന്നെ ലോകപ്രസിദ്ധമാണ്. 2 എണ്ണം അടിച്ചാലും വീഴാതെ നടക്കണം എന്നാണ് കീപ് വാക്കിങ്ങിലൂടെ ബ്രാൻഡ് ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്നൊക്കെ കുറച്ച് പേരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഒരു ഘട്ടത്തിൽ ജോണി വോക്കറിന് സ്വീകാര്യത കുറഞ്ഞു വന്നപ്പോൾ, അതായത് പുതുതലമുറ പുതിയ ബ്രാൻഡുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു തുടങ്ങിയപ്പോൾ ജോണി വോക്കർ കീപ് വാക്കിംഗ് എന്ന ക്യാമ്പയിൻ നടത്തി. അന്നത്തെ ലോകപ്രസിദ്ധ കായിക താരങ്ങളെയും കലാപ്രതിഭകളെയും ക്യാമ്പയിനിൽ അണിനിരത്തിയിരുന്നു. ഏത് ജീവിത പ്രതിസന്ധിയിലും കരുത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് കീപ് വാക്കിങ്ങിലൂടെ ബ്രാൻഡ് അന്ന് ജനകോടികൾക്ക് നൽകിയ സന്ദേശം. ജോണി വോക്കർ ഉപയോഗിക്കുന്നവരും അല്ലാത്തവരുമൊക്കെ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട മെസ്സേജാണിത്. ഉയരങ്ങളിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്, ലക്ഷ്യങ്ങളിലേക്കൊക്കെ കീപ് വാക്കിംഗ്.